ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത ദൈവജനമേ, ഭാഗ്യവചനധാരയിലേക്ക് സ്വാഗതം. മനുഷ്യനെ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു ആധുനിക ലോകത്തിലാണ് നാമൊക്കെയും ജീവിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ ഒരു കാലമായപ്പോഴേക്കും മനുഷ്യനെ തന്നെ കൂട്ടായി ആവശ്യമുണ്ടോ എന്നുള്ള ചിന്തകളൊക്കെ ലോകത്ത് നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. പരസ്പരം മനസ്സിലാക്കുവാനും കരുതുവാനും പരസ്പരം സ്നേഹിക്കുവാനും ഒക്കെ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ പരസ്പരം സംരക്ഷിക്കുന്നതിൽ നിന്ന് മാറി പരസ്പരം ഉപദ്രവിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൊക്കെ അതിൻ്റെ വാർത്തകൾ ദിനം പ്രതി നാം കേട്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ താൻ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കണം എന്നു മാത്രമുള്ള ചിന്താഗതിയിലേക്ക് അവൻ്റെ ചിന്ത വളർന്നുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് എന്നാണ്. വീണ്ടും 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യനെ നിലത്തെ പൊടിയിൽ നിന്നും ഉണ്ടാക്കിയെടുത്തു, അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുമാത്രവുമല്ല, നിലത്തെ പൊടിയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തവന് അവൻ ആദാം എന്ന് പേര് നൽകി. എബ്രായ ഭാഷയിൽ അദമായിൽ നിന്നുണ്ടായവൻ, അദമ എന്ന് പറഞ്ഞാൽ സോയിൽ, മണ്ണിൽ നിന്നെടുത്തവന് ദൈവം ആദാം എന്ന് പേര് കൊടുത്തു എന്നാണ് കാണുന്നത്. The one who is made out of Adama called Adam. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം ചോദിക്കുകയാണ്, Do you not know that your body is a temple of God and that Spirit of God is dwelt in you? നീ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുവെന്നും നീ അറിയുന്നില്ലയോ എന്നാ ചോദ്യം. പ്രിയമുള്ളവരെ, ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് ജീവശ്വാസമായി എൻ്റെ ഉള്ളിലുള്ളത്. ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ് എങ്കിൽ തീർച്ചയായും എൻ്റെ മുൻപിൽ വരുന്ന എല്ലാ മനുഷ്യനും അവൻ്റെ ജാതിയോ മതമോ നിറമോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ മനുഷ്യനും ദൈവസൃഷ്ടിയാണ്. എല്ലാവരുടെയും മുഖത്ത് ദൈവത്തെ കാണുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നാം യഥാർത്ഥ വിശ്വാസിയും ക്രിസ്ത്യാനിയുമായി തീരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. സോ ആസ് പെർ ദ ഹോളി ബൈബിൾ, ഹ്യൂമൻ ബീയിങ്സ് ആർ ദ ഹാൻഡിക്രാഫ്റ്റ് ഓഫ് ഗോഡ് ഇൻ ഗോഡ്സ് ഓൺ ഇമേജ്, സോ വി ആർ പ്രഷ്യസ്. ദൈവത്തിൻ്റെ കൈപ്പണിയായ നാം ഓരോരുത്തരും വളരെ വിലപിടിപ്പുള്ള ദൈവസൃഷ്ടിയാണ് എന്ന് നാം ഒന്ന് തിരിച്ചറിയണം. ഇന്ന് നമുക്ക് ചുറ്റും വർദ്ധിച്ചു വരുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗത്തിൽ മനുഷ്യനല്ലാതായി മാറുന്നു. ദൈവസൃഷ്ടി നശിപ്പിക്കപ്പെടുന്നു. സ്വയം നശിക്കുന്നതോടൊപ്പം ഒരു സമൂഹത്തെ കൂടെ നശിപ്പിക്കുകയാണ് എന്ന് മനുഷ്യൻ തിരിച്ചറിയണം. അവന് മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും എന്ന ബന്ധമൊന്നുമില്ലാതെ മൃഗത്തിനു തുല്യനായി മാറുന്ന ഒരവസ്ഥയിലാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നല്ല ക്രിസ്ത്യാനി, ഒരു വിശ്വാസി എന്ന നിലയിൽ ദൈവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്നാൽ പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നുവെന്ന്. സഹോദരൻ എന്ന വാക്കിന് ഒരമ്മയുടെ മകൻ എന്ന് മാത്രം അർത്ഥമില്ല. മറിച്ച് ദൈവസൃഷ്ടി എല്ലാം സഹോദരങ്ങളാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ബുദ്ധിയും പരിജ്ഞാനവും നമുക്കുണ്ടാകണം. എല്ലാ മതങ്ങളും ഇതുതന്നെയാണ് പഠിപ്പിക്കുന്നത്. ഹിന്ദു ഫിലോസഫി പറയുന്ന അഹം ബ്രഹ്മാസ്മി, അതിൻ്റെ വാക്കുകളുടെ അർത്ഥമൊന്നും നാം പരിശോധിച്ചാൽ ഐ ആം ഗോഡ്, ഞാൻ ദൈവമാകുന്നുവെന്ന. ഞാൻ ദൈവമാണെങ്കിൽ നീയും ദൈവമാണ്. മനുഷ്യനുള്ള ദൈവത്വത്തെ തിരിച്ചറിഞ്ഞ്, ദൈവീകതയെ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും അവനെ കരുതുവാനും സംരക്ഷിക്കുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നാം വിശ്വാസി അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന വാക്കിന് തന്നെ, ക്രിസ്തുവിൻ്റെ അനുകാരി എന്ന വാക്കിന് തന്നെ അർത്ഥമുണ്ടാകുന്നത്.
ഒരു വിശുദ്ധിയുടെ കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്, പരിശുദ്ധ നോമ്പിൻ്റെ അനുഭവത്തിലേക്ക്. ഈ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരിൽ ദൈവത്തെ കാണുവാൻ, അവനെ ബഹുമാനിക്കുവാൻ, കരുതുവാൻ, അവനോട് ചേർന്ന് നിന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അത് അർത്ഥവത്തായി മാറുന്നത്. അങ്ങനെ ദൈവസ്വരൂപിയായ മനുഷ്യൻ ഒരുമിച്ച് നിൽക്കുന്ന, കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന വളരെ സുന്ദരമായ ഒരു കാലഘട്ടം കാണുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മെ എല്ലാവരെയും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.